ആ പുകമറയിലൂടെ ഫെയിം ആവുന്നത് ആരാ? ഈ പുകമറ സൃഷ്ടിക്കുന്ന ആളാണ്. ഞാനൊരു കാര്യം, ഇപ്പം ഞാനൊരാൾക്കെതിരെ ഒരു അലിഗേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇന്ന ആൾ ഇന്നത് ചെയ്തു എന്നുള്ള കൃത്യമായിട്ട് പറയാനുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ പിന്നെ അതിന് നിൽക്കരുത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആരായാലും ഇന്ന ആളെന്നല്ല ഞാൻ പറഞ്ഞു, ആരെ ബാധിക്കും. ഇപ്പോൾ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ആളെ ബാധിക്കും, പിന്നെ എന്തിനാ പറയാൻ പോയെ? ശരിയാണ്. ഞാനത് പറഞ്ഞാൽ ഇന്ന ആളെ ബാധിക്കും എന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ പുകമറ സൃഷ്ടിക്കുന്നതോട് കൂടിയിട്ട് അങ്ങനെ ഒരു ഫെയിം ഉണ്ടാവുകയല്ലേ ചെയ്യുന്നത്. അത് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഒരു നേരത്തെ പൃഥ്വിരാജിന്റെ കാര്യത്തിൽ പറഞ്ഞ ഒരു ക്ലാരിറ്റി ഉണ്ടാവേണ്ടതായിരുന്നു. എക്സാക്ട്ലി, അങ്ങനെ ഒരു സംഭവം പറയുമ്പോൾ അതിന് പിന്നെ ഒരു ഫർദർ പ്രൊസീഡിംഗ് ഒന്നും നടന്നായിട്ടും ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടല്ലേ. അത് സോക്കോൾഡ് അവർക്ക് അത്രയും ഇത് 24/7 റെക്കോർഡ് ചെയ്യുന്ന ഫുട്ടേജ് ഉള്ള ഒരു പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നണിയിലുള്ള അതിൻ്റെ ക്രൂവിൻ്റെ അടുത്ത് കൃത്യമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവില്ലേ? ഇന്ന സമയത്ത് ഇന്ന ആൾ ഇന്നത് ചെയ്തു. ഇപ്പോൾ ലീഗലി പോയി കൂടെ അങ്ങനെയാണ്. ലീഗലി പോയി കഴിഞ്ഞാൽ അവർക്ക് പ്രസന്റ് ചെയ്യാമല്ലോ. ഈ പണി ഒരു മൈൽ സ്റ്റോൺ ആയിട്ടൊക്കെ വേണമെങ്കിൽ കരുതാലോ. ഈവൻ 4 സീൻസ് ഉണ്ടെങ്കിൽ പോലും ആ ക്യാരക്ടർ വളരെ രജിസ്റ്റേർഡ് ആണ്, അയാളുടെ അവസ്ഥയും വളരെ രജിസ്റ്റേർഡ്. പാലത്തിന്റെ മുകളിൽ നിന്ന് ഇറക്കി വിടുമ്പോഴേ ഞാൻ ഒരു ഓട്ടോയെങ്കിലും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടായിരുന്നു. എത്ര ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു? എനിക്കൊരു 10 ദിവസത്തിൻ്റെ അടുത്ത് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പല പല സമയങ്ങളിലായിട്ട് ഓൾമോസ്റ്റ് ഒരു 10 ഡേയ്സിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. എൻ്റെ ഒരു ചേട്ടൻ എന്ന് പറയാം, സുരേഷ് ചേട്ടൻ എന്ന് പറയും. സുരേഷ് ചേട്ടനാണ് ശരിക്കും ജോയി ചേട്ടൻ്റെ അടുത്ത് അങ്ങനെ നമ്മുടെ അനൂപിന് അങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞപ്പോൾ ജോയി ചേട്ടന് ഓൾറെഡി അറിയാം. ഞാൻ ജോയി ചേട്ടനെ ഈ പടം തുടങ്ങുന്നതിൻ്റെ മുമ്പൊക്കെ മാരിയറ്റിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോയി ചേട്ടനും അറിയാം അങ്ങനെ. പക്ഷേ സുരേഷ് ചേട്ടനാണ് എന്നെ ജോയി ചേട്ടൻ്റെ അടുത്ത് പറയണത് ഇങ്ങനെ കൊടുക്കാമെന്നുള്ളത്. അപ്പോൾ ജോയി ചേട്ടൻ അങ്ങനെ വിളിച്ചു. എന്നിട്ട് ഈ പറഞ്ഞ പോലെ തൃശ്ശൂർ വെച്ചിട്ട് എന്നോട് പറഞ്ഞു, അനുഭവത്ത് ആകെ വളരെ കുറച്ച് സീക്വൻസുകൾ ഉണ്ടാവും, പക്ഷേ ആദ്യം മുതലേ ഈ ക്യാരക്ടറിനെ പറ്റിയിട്ട് പറഞ്ഞു വരുന്നൊരു പരിപാടിയാണ്. രസമുള്ള സംഭവമായിരിക്കും, ഒന്നും ചെയ്യണ്ട, നീ എന്താണോ നീ എന്നെ വിശ്വസിച്ച് വരിക എന്നുള്ള രീതിയിൽ. പിന്നെ നമുക്കൊക്കെ ഈ പറഞ്ഞ പോലെ ജോജു ജോർജ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, ഇപ്പോൾ കാണുന്നൊരു ബ്രാൻഡ് ഒരു പക്ഷേ ഞാനൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിനേക്കാട്ടിലും വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻസിലൂടെ കടന്നു വന്നിട്ട് ഇപ്പോൾ നിൽക്കുന്ന ഒരു ഭയങ്കര രസമുള്ളൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ പണി സിനിമ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക തൃശ്ശൂരിൻ്റെ, എനിക്ക് തോന്നുന്നു ഇരിങ്ങാലക്കുട അടുത്തുള്ളൊരു സ്ഥലത്താണ് ലൊക്കേഷൻ വരുന്നത്. സ്ഥലത്തിൻ്റെ നെടുമ്പാളോ നെടുമ്പാൾ ആ ഭാഗത്ത്, അല്ല നെടുമ്പാൾ തൊട്ടിപ്പാൾ തൊട്ടിപ്പാൾ എന്നൊക്കെ പറഞ്ഞ. അപ്പോൾ നെടുമ്പാൾ ഭാഗത്ത് എവിടെയാണ് ഷൂട്ട് നടക്കുന്നത്, ആ സ്ഥലം കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ പോലും അവിടെയാണത്. അപ്പോൾ ഈ ജയരാജേട്ടൻ സുരേഷ് ഏട്ടൻ ഞങ്ങൾ 3 പേരും ഈ ഷൂട്ട് അപ്പുറത്ത് ദൂരത്ത് ഇങ്ങനെ നടക്കുകയാണ് അപ്പുറത്ത്. അപ്പോൾ ഞാനിപ്പുറത്തുണ്ട്, ഞങ്ങൾ 3 പേരും ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഈ ജോജു ചേട്ടൻ ഡയറക്ഷൻ്റെ അങ്ങനെ പീക്ക് ലെവലിൽ അത് അങ്ങനെ കറക്ഷൻസ് പറയണു, ഇങ്ങനെ പറയണു, ആ സാധനം എടുക്കണു, ആ ഒരു ഷോട്ട് എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ത്രില്ല് ആസ് ആൻ ആക്ടർ എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ പുള്ളി ആസ് എ മേക്കർ എന്നുള്ള രീതിയിൽ പുള്ളിയുടെ ഒരു ഓരോ സീന് കൺസീവ് ചെയ്തെടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ത്രില്ലുണ്ടല്ലോ. ആ ത്രില്ല് അത് ചെയ്തുകൊണ്ടിരിക്കുക. പുള്ളിയുടെ ടീം അതിന് വേണ്ടിയിട്ട് കൂടെ നിന്നിട്ട് ഇപ്പോൾ ജയൻ ചേട്ടനാണെങ്കിലും അനിൽ മാത്യു, കുഞ്ഞേട്ടൻ, അപ്പോൾ ഓരോരുത്തരായാലും ക്യാമറയിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരും അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അത് ചെയ്ത് എങ്ങനെ വരും, ഇത് ചെയ്ത് എങ്ങനെ, ഇപ്പോൾ ഇങ്ങനെ പരിപാടികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ അവിടെ ഒരു ഡയറക്ഷൻ ടീം അവരുടെ ക്ലാരിറ്റി കൃത്യമായിട്ട് ചെയ്യുമ്പോൾ ഈ ജോജു ചേട്ടനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു ഷെല്ലുണ്ട്. അതായത് നമ്മളിങ്ങനെ ഹൈ ഇൻറ്റൻറ്റ് ആയിട്ട് ഇത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും എന്താ പരിപാടി എന്നുള്ളതൊന്നും നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അത് ജോജു ചേട്ടൻ്റെ ബ്രദറാണ്. ഇത് നമുക്ക് പല ആൾക്കാർക്കും പുറത്തൊന്നും ചിലപ്പോൾ അറിഞ്ഞുകൊള്ളുന്നില്ല. ആളുടെ യങ്ങർ ബ്രദറുണ്ട്, വർക്ക് ചെയ്യുന്നത്. ഇദ്ദേഹം ശരിക്ക് കറക്റ്റ് പ്രൊട്ടക്ഷനാണ്. അപ്പുറത്ത് ചിലപ്പോൾ ദേഷ്യം വന്നിട്ട് വർക്കിനെയും ചീത്ത പറയണേ, വർക്കി ചേട്ടനെ ചിലപ്പോൾ ജോജു ചേട്ടൻ ചീത്ത പറയുന്നുണ്ടാവും, സ്വന്തം അനിയനാണ്. അപ്പോൾ ജോജു ചേട്ടന് വർക്കി ചേട്ടനെ അപ്പുറത്ത് വേറെ ആളെ വിളിച്ച് ഈ കാര്യം അറേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഈ ഫേസിലേക്ക് വരാതെ അപ്പോൾ ഞാൻ ഈ വർക്കി ചേട്ടനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ സുരേഷ് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ അത് നോക്കി വർക്കി ചേട്ടനെ കാണാണ്ടോ, ഓഹ് പാവം ഓടി ക്ഷീണിച്ചില്ല അനുഭവം. ചേട്ടാ അത് അഖിലേഷാണ് പറഞ്ഞു. എൻ്റെ ആഗ്രഹമാണത്, അത് അഖിലേഷാണെന്ന് പറയാൻ കാരണം എന്താ പറഞ്ഞാൽ എൻ്റെ അനിയൻ എനിക്ക് അതുപോലെയാണ്. കാരണം എനിക്ക് അവൻ എൻ്റെ ലൈഫാണ് ഭയങ്കരമായിട്ട് എൻ്റെ അഖിലേഷുകൾ. അപ്പോൾ ഞാൻ ഈ വർക്കി ചേട്ടനെ ഞാൻ കാണുമ്പോൾ ഞാൻ നാളെ ഫ്യൂച്ചറിൽ ജോയി ചേട്ടൻ പോലെ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അത് ആ രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരാളായി ഞാൻ ഇപ്പുറത്ത് എൻ്റെ അനിയൻ അതുപോലെ എനിക്കൊരു ഷെല്ലൊരുക്കിയിട്ടുണ്ടാവും എന്നുള്ളൊരു ആഗ്രഹം ഞാൻ അവിടെ പറഞ്ഞു. ഇതിപ്പോൾ അവിടെ പറഞ്ഞത് എനിക്കത് എത്രത്തോളം എനിക്കറിയില്ല, പക്ഷേ ഈ സമയത്ത് ഉണ്ടായൊരു ഇൻസിഡൻറ്റ് ഞാൻ സുരേഷ് ചേട്ടനോടും ജയരാജേട്ടൻ്റെ അടുത്തും പറഞ്ഞതാണ്. ജയരാജേട്ടൻ ഇപ്പോൾ അടുത്ത് കണ്ടപ്പോൾ പോലും അന്ന് എടാ നീ അന്ന് പറഞ്ഞത് ഇതൊക്കെ വെച്ചിട്ടായിരുന്നു. ഈ ബ്രദർഹുഡ് ഭയങ്കര പിന്നെ ഞാൻ ഒരുവിധം എൻ്റെ അനിയൻ്റെ പ്രായമുള്ള ആൾക്കാരെ മുഴുവൻ എനിക്ക് എൻ്റെ ബ്രദറായിട്ടാണ്. കുറേ ആൾക്കാരുണ്ട്. അത് ഈ ഫിലിം ഫീൽഡിൽ പ്രത്യേകിച്ച് ഇതൊരു സ്റ്റെബിലിറ്റി എല്ലാ കാര്യത്തിലും ഇല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പം
നമ്മൾ വിചാരിക്കുമ്പോൾ പണം കൊണ്ട് മാത്രമാണ് നടക്കുന്നത്, അല്ലെങ്കിൽ പടത്തിന്റെ അല്ലെങ്കിൽ റെമ്യൂണറേഷന് ഇത് മാത്രമല്ല. ഇപ്പോൾ ഒരു വലിയ സിനിമ ഉണ്ടായതിനു ശേഷം പലപ്പോഴും അവസരം കിട്ടാതെ ഇരിക്കുന്ന ആളുകളുണ്ട്, അങ്ങനത്തെ അവസരങ്ങളുണ്ടല്ലോ. അപ്പൊ ഏറ്റവും നമുക്ക് വേണ്ട ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ബ്രദേഴ്സിനെ പോലെ കാണുന്ന ആളുകളും ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ തന്നെയാണ്. മെന്റൽ ഹെൽത്ത് വളരെ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. മെന്റൽ ഹെൽത്ത് നമ്മളിതൊരു ഈ പറഞ്ഞ പോലെ ഒരു ട്രാക്കിലൂടെ പോയിക്കൊണ്ടിരിക്കണ്ടാവുക. ഇത് ഈ ട്രാക്കിൽ കൂടെ ചിലപ്പോൾ അതിവേഗതയിൽ പോകുന്ന വേറെ ആൾക്കാരുണ്ടാവും. ഇവിടുന്ന് തട്ടിപ്പുറത്ത് വന്നിട്ട് ഇവർ വേറെ സക്സസ്സിൽ വരും. ഈ സക്സസ് കണ്ടിട്ട് നമ്മളൊരിക്കലും ഡൗൺ ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തീർന്നു. നമ്മൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കണം. നേരത്തെ പറഞ്ഞ നാരായണത്തഭ്രാന്തൻ്റെ കല്ലും കൊണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. തൊട്ടപ്പുറത്ത് നമ്മളെ വിശ്വസിച്ച് വരുന്ന വേറെ ആൾക്കാരുണ്ടായിരിക്കും. ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ഈ നൂൽപ്പാലം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമ്മുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി, നമ്മുടെ പ്രഷർ, വേറെ കാര്യങ്ങളുടെ അപ്പോഴേക്കും വേറെ കുറേ ആഗ്രഹങ്ങളുമായിട്ട് ഈ പറഞ്ഞ പോലെ എൻ്റെ വൈഫ് കുറേ ആഗ്രഹങ്ങളുമായിട്ട് ജീവിതം തുടങ്ങിയിട്ടുള്ള ഒരാളാണ്. അത് നമുക്ക് മാനേജ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ബാലൻസ് ചെയ്യേണ്ടി വരും. ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഒരു പീക്ക് എത്തണ വരെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ആങ്കറായി തുടങ്ങിയിട്ട് സൂപ്പർ സ്റ്റാർസ് ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ. ശിവകാർത്തികേയൻ, ആയുഷ്മാൻ ഖുറാന, ആസിഫ് അലി, ആസിഫാണ് കറക്റ്റ് എക്സാമ്പിൾ കുറെ കൂടി. അപ്പൊ അവരൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് അവരെയൊക്കെ ഓർക്കുക അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഈ ബാലേന്ദ്ര മേനോൻ സാറിനെ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നതേ അദ്ദേഹത്തിന്റെ ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന് പറഞ്ഞിട്ടൊരു ഷോ കോട്ടയത്ത് വെച്ചിട്ട്, ആ ഷോയിലെ ഒരു ബാക്ക് സൈഡ് സപ്പോർട്ടർ ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. അങ്ങനെയാണ് സാറിനെ മീറ്റ് ചെയ്യുന്നത് ടീമുമായിട്ട്. അന്നത്തെ ഈ പറഞ്ഞ നമ്മുടെ ആക്രാന്തപരമായിട്ടുള്ള എല്ലാ ഓവർ ഡൂ പരിപാടികളും ഉണ്ടാവുമല്ലോ, അറ്റൻഷൻ സീക്കിംഗ് എന്നുള്ളത്. അങ്ങനെ ഞാൻ ചെയ്തതിന്റെ ഫലമായിട്ടാണ് സാറ് തന്നെയാണ് സണ്ണി ചേട്ടനോട് പറഞ്ഞത് നമുക്ക് അവനെ ദുബായിക്ക് കൊണ്ടുപോകാം, ഒരു സെഗ്മെന്റ് അവനെ കൊണ്ട് ഹോസ്റ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ അതിന്റെ മുമ്പ് ഞാൻ കുറേ പ്രോഗ്രാംസ് ഈ DTPC ഓണം ഫെസ്റ്റ് പോലെയുള്ള പരിപാടികൾ ഞാൻ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്, ആങ്കറിങ് ചെയ്യുന്നുണ്ട്, കാലിക്കറ്റ് ബീച്ചിലൊക്കെ ഉള്ള പരിപാടി. അങ്ങനെ ദുബായിൽ ഞാൻ നൈൽ ഹൗസ് ആങ്കർ ചെയ്യുന്ന ഒരു പോർഷനിൽ ഞാനാണ് ആങ്കർ ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴാണ് സാറ് പറഞ്ഞ് ഞാനിങ്ങനെ പടം തുടങ്ങുന്നുണ്ട് അതിൽ. അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്, ഞാൻ എന്ത് പ്രവൃത്തി ചെയ്യുന്നു ഇതെൻ്റെ നാളെ ചെയ്യാനിരിക്കുന്ന ഒരു പ്രവൃത്തിയുമായിട്ട് ലിങ്ക്ഡ് ആണ്. ഞാൻ ചെയ്യുന്ന ആങ്കറിങ് എന്ന് പറയുന്ന ജോലി അത് വന്നു നിന്നത് ഏഷ്യാനെറ്റിലെ വന്നു നിന്നതല്ല, അല്ലെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത് നിർത്തിയത് ഏഷ്യാനെറ്റിലെ സ്റ്റാർട്ട് മ്യൂസിക് എന്ന് പറയുന്ന പ്രോഗ്രാമിന് ആങ്കറായിട്ടാണ്. ഞാൻ വീട്ടിലിരുന്ന് കണ്ട് ശീലിച്ച ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ് അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ വലിയ ബ്രാൻഡിൻ്റെ ഒരു അവാർഡിൽ അങ്ങനത്തെ 2 അവാർഡ് എൻ്റെ വീട്ടിലിരിക്കാൻ പറ്റി. അത് ഒരു ബെസ്റ്റ് ആങ്കർ അവാർഡും ബെസ്റ്റ് പെയർ അവാർഡും ഏഷ്യാനെറ്റ് എനിക്ക് തരുന്നൊരു സാധനം. പക്ഷേ അത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇൻക്ലൂഡിങ് ഈ കാര്യങ്ങളൊക്കെ നമുക്കിതുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ ആസിഫ് ഖാനൊക്കെ ഒരു എക്സാമ്പിളൊക്കെ ആയിട്ട് എടുത്ത് വെക്കുന്ന ഒരു മനുഷ്യന് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും ആ മുന്നോട്ടുള്ള പടവുകൾ കുറച്ചുകൂടി എളുപ്പത്തിലാവട്ടെ, പെട്ടെന്നാവട്ടെ. തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷ തരുന്നതാണ് കൺമഷി. അതിൽ നിങ്ങളോട് തന്നെ ഡീറ്റെയിലിംഗ്, അതിൽ പോയിട്ടുള്ള ഹാർഡ് വർക്ക് ഡെഫിനറ്റ്ലി അത് ആളുകൾ തിരിച്ചറിയും. ആ വിധത്തിലുള്ള അപ്രീസിയേഷനും ശ്രദ്ധയും അവസരങ്ങളും ലഭിക്കട്ടെ. നേരത്തിന് ഒരുപാട് അയ്യോ സന്തോഷം. ഈ കൺമഷിയെ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നിർത്തുകയാണത്. ഈ കൺമഷി എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ഒരിക്കലും അഞ്ജലി മുകുന്ദം എന്ന് പറയുന്ന ഒരാൾ അത് ഞാൻ ചെയ്യാമെന്ന് സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു പ്രൊജക്റ്റ് നടക്കില്ല. ഷിഹാബ് ഓങ്ങല്ലൂരിനെ പോലത്തെ ഒരു ക്യാമറാമാൻ ഈ പറയുന്ന വിഷ്വൽസ് എല്ലാം, അല്ലെങ്കിൽ ഞാൻ കാണുന്ന എൻ്റെ മനസ്സിൽ കാണുന്ന വിഷ്വൽസ് പുള്ളിയിലേക്ക് എത്തി, അത് പുള്ളി അത് കൺസീവ് ചെയ്ത് എനിക്ക് തന്നുകൊണ്ട് സംഭവിച്ചതാണ്. അതിൻ്റെ പശ്ചാത്തലം ഒരുക്കിയിട്ടുള്ള മ്യൂസിക് ഒരുക്കിയിട്ടുള്ള വിഷ്ണു ആയാലും സൗണ്ട് കൊടുത്തിട്ടുള്ള വിഷ്ണു ആയാലും ഈ രണ്ട് വിഷ്ണു, ശിവശങ്കർ വിഷ്ണു, KP, ഈ 2 പേരും നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് വർക്ക് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ ഒരു ദൃശ്യ അല്ലെങ്കിൽ ഒരു ഭംഗി അത് അത്രത്തോളം കിട്ടിയത്. അതിൽ അഭിനയിച്ചിട്ടുള്ള ഓരോ ആൾക്കാരും നമ്മൾ എന്താണോ പറയുന്നത് ഈ ആക്ടർ ഇങ്ങനെ കൺവേ ചെയ്യണം, അപ്പോൾ അതിലൊരു വളരെ ക്ലോസ് റിയാക്ഷൻ പോലും വെച്ചിട്ടുണ്ട്. ആ സാധനം അത് ഇന്നത് വേണം എന്ന് പറഞ്ഞാൽ അവർ ഔട്ട് തന്നുണ്ട്. സോ ഇതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ടീമിൻ്റെയാണ്. ഞാൻ എല്ലാ പോസ്റ്റ് ഇടുമ്പോഴും അല്ലെങ്കിൽ ഞാനിത് എവിടെ എന്ത് ഷെയർ ചെയ്യുമ്പോഴും ടീം കൺമഷി എന്ന് പറഞ്ഞിട്ടാണ്. സോ ദ എൻറ്റയർ ക്രെഡിറ്റ്, ദ എൻറ്റയർ അച്ചീവ്മെന്റ് ഗോസ് ടു ദ ടീം കൺമഷി. എന്തായാലും കൺമഷി ടീമിൽ നിന്ന് ഇനിയും വലിയ 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 സിനിമാ സ്വപ്നങ്ങളൊക്കെ സാധ്യമാവട്ടെ. നേരത്തിന് ഒരുപാട്